Hi guys, welcome to 18GB Media. ഇന്നത്തെ 2-minute review. മച്ച് അവൈറ്റഡ് മൂവി 21-ാം നൂറ്റാണ്ടാണ്. 21-ാം നൂറ്റാണ്ടിൻ്റെ ടീസറും ട്രെയിലറും അത്രത്തോളം തൃപ്തിപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അധികം പ്രതീക്ഷകളൊന്നുമില്ലാതെയാണ് തിയേറ്ററിലേക്ക് പോയത്. എന്നാൽ പ്രതീക്ഷയ്ക്കുള്ളതെല്ലാം ഉണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഫസ്റ്റ് ഹാഫ്. കഥാഗതിയും സന്ദർഭങ്ങളുമായി ഇഴചേർന്ന് പോകുന്ന പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും ചെറിയ ചെറിയ കോമഡി പാർട്സുമായി ആദ്യ പകുതി അവസാനിച്ചു. പ്രതീക്ഷകൾക്ക് വക നൽകി ആരംഭിച്ച രണ്ടാം പകുതിയിൽ ക്ലീശെ നിറഞ്ഞു നിന്നിരുന്നുവെങ്കിലും അധികം ബോറടിപ്പിച്ചിരുന്നില്ല. കഥയുടെ മുൻപോട്ടുള്ള പോക്ക് കാണുമ്പോൾ ഏതൊരു പ്രേക്ഷകനും ഊഹിക്കാവുന്ന അതേ ക്ലൈമാക്സ് തന്നെയാണ് ഈ ചിത്രത്തിനും ഉണ്ടായിരുന്നത്. പുതുമുഖ നായിക സയ ഡേവിഡിന്റെ സയ എന്ന കഥാപാത്രത്തെ ആസ്പദമാക്കി മുന്നോട്ട് നീങ്ങിയ രണ്ടാം പകുതിയിൽ ഇന്ന് നമുക്കിടയിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളെയും ആക്ഷേപഹാസ്യമായും അല്ലാതെയും ചിത്രീകരിച്ചിരിക്കുന്നത് നല്ലതായി തോന്നി. അതിനിടയിലേക്ക് വന്ന വാട്സപ്പ് കോമഡി വേണ്ടായിരുന്നു. പൂർണ്ണമായും 4Kയിൽ ചിത്രീകരിച്ച സിനിമയിൽ ക്ലൈമാക്സിലെ ട്രെയിൻ ഫൈറ്റ് കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എക്കാലത്തെയും മികച്ച ഒരു ട്രെയിൻ ഫൈറ്റ് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് സമ്മാനിക്കാമായിരുന്നു. തന്റെ രണ്ടാമത്തെ ചിത്രം മികവുറ്റതാക്കാൻ അരുൺ ഗോപി മെയ് മറന്ന് പരിശ്രമിച്ചപ്പോൾ ആദിയിൽ നിന്ന് 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോൾ എടുത്തു പറയേണ്ട മികവ് തന്നെയാണ് പ്രണവ് തന്റെ അഭിനയത്തിൽ കാഴ്ചവെച്ചത്. ഏറെ നാളുകൾക്ക് ശേഷം മനോജ് കെ ജയന്റെ നല്ല കുറച്ച് അഭിനയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാകാൻ സാധിച്ചു. പതിവ് പോലെ തന്നെ സിദ്ദിഖ് തന്റെ ഭാഗം വളരെ ഭംഗിയായി നിർവഹിച്ചു. സയ ഡേവിഡ് പുതുമുഖ നായികയുടെ യാതൊരു പരിങ്ങലുമില്ലാതെ സ്ക്രീൻ നിറഞ്ഞു നിന്നു. മിക്കായേൽ റോണി, മക്രോണി, മാക്രി എന്നീ പേരുകൾ കൊണ്ട് ചിരിച്ചും ചിന്തിപ്പിച്ചും തുടക്കം മുതൽ ഒടുക്കം വരെ അപ്പുവിന്റെ കൂടെ അഭിയുമുണ്ടായിരുന്നു. കൂടാതെ ഗോകുൽ സുരേഷ്, കലാഭവൻ ഷാജോൺ, ആന്റണി പെരുമ്പാവൂർ, ഇന്നസെന്റ്, ധർമ്മജൻ ബോൾഗാട്ടി തുടങ്ങി വന്നവരും നിന്നവരുമെല്ലാം അവരവരുടെ റോളുകൾ വളരെ ഭംഗിയായി തന്നെ ചെയ്തു. ആദ്യ പകുതിയിലെ പശ്ചാത്തല സംഗീതം മികച്ചതായി തോന്നിയെങ്കിലും രണ്ടാം പകുതിയിൽ അത് ബോറായി തോന്നി. 2 മണിക്കൂർ 45 മിനിറ്റ് നല്ല ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ചിത്രം കുടുംബ പ്രേക്ഷകർക്കും പ്രണവ് മോഹൻലാൽ ഫാൻസിനും മികച്ച ഒരു ചിത്രം തന്നെയാണ്.